പിറന്നാള് മമ്മൂക്കയുടെ ആണെങ്കിലും ഇന്ന് എന്നെ വല്ലാതെ ഇമ്പ്രസ് ചെയ്തത് മോഹൻലാലാണ്. പുള്ളി മമ്മൂക്കയുടെ ചിത്രങ്ങൾ പ്രിന്റ് ചെയ്തിട്ടുള്ള ഡ്രസ്സ് ഇട്ട് വന്നപ്പോ എന്റെ പൊന്നെ, ഇത്രയും നല്ല ബോണ്ടുള്ള രണ്ട് മനുഷ്യന്മാരെ കിട്ടുന്നത് എന്ത് ഭാഗ്യമാണല്ലേ. നമ്മുടെ ഇൻഡസ്ട്രിക്ക് മാത്രം ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. വേറെ എവിടെയും നമ്മൾ ഇത്രയും സൗഹൃദം കൊണ്ട് നടക്കുന്ന മനുഷ്യന്മാരെ കിട്ടില്ല. എല്ലായിടത്തും ഭയങ്കര കോമ്പറ്റീഷനാണ്, ഭയങ്കര മത്സരമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അവിടെയാണ് എപ്പോഴും മോഹൻലാലിനെ സംബന്ധിച്ച് ഇത് വലിയ കാര്യമൊന്നുമല്ല കേട്ടോ. കാരണം മമ്മൂട്ടിക്ക് അസുഖമാണെന്ന് അറിഞ്ഞ സമയത്ത് പൂജ നടത്തിയ മനുഷ്യനാണ്, വഴിപാട് നടത്തിയ മനുഷ്യനാണ്. അപ്പോ അവർ തമ്മിലുള്ള ബോണ്ട് ഒരിക്കൽ പോലും മോഹൻലാൽ മമ്മൂട്ടി വേറൊന്നും ഇച്ചാക്ക എന്നല്ലാതെ അഭിസംബോധന ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. അയാൾ ആ സ്നേഹം എപ്പോഴും പ്രകടിപ്പിക്കുന്ന ആളാണ്. മമ്മൂട്ടിക്കാണെങ്കിലും ആ ഒരു ബഹുമാനം മോഹൻലാൽ എന്ന മനുഷ്യനോട് എപ്പോഴും ഉണ്ട്. അവർ തമ്മിലൊരു ബോണ്ട് ഭയങ്കര രസമാണ്. അതിങ്ങനെ ദിവസങ്ങൾ കഴിയും തോറും മനുഷ്യനിങ്ങനെ പ്രായം കൂടുന്തോറും ഭയങ്കര സെൻസിറ്റീവ് ആയിക്കൊണ്ടിരിക്കും. നമ്മുടെ ഇമോഷൻസ് എല്ലാം ഭയങ്കര സെൻസിറ്റീവ് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് ഭയങ്കര സ്നേഹം ചുറ്റുള്ള ആളുകളോടും ലോകത്തോടൊക്കെ തോന്നും. ആ ഒരു തോന്നൽ ഇവിടെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു അടയാളമായിട്ടാണ് ലാലേട്ടൻ നിന്ന് മമ്മൂക്കയുടെ ചിത്രങ്ങൾ പതിച്ച ഷർട്ട് ഇട്ടിട്ട് ബിഗ് ബോസ് വേദിയിൽ വന്നത്. ഇത് രസമായിരുന്നു കാണാനെന്ന് പറയും. സത്യത്തിൽ ഞാനൊക്കെ പണ്ട് ലാലേട്ടൻ ഫാനായിട്ട്, സ്കൂൾ കാലഘട്ടത്തിൽ ലാലേട്ടൻ ഫാനായിട്ടും കോളേജ് കാലഘട്ടത്തിൽ മമ്മൂക്ക ഫാനായിട്ടും ധാരാളം തല്ലുകൂടിയിട്ടുണ്ട് ഫാനിസത്തിന്റെ പേരിൽ. പക്ഷെ ഇപ്പൊ ആലോചിക്കുമ്പോ ഉണ്ടല്ലോ, അവര് തമ്മിൽ എന്ത് നല്ല സൗഹൃദമാണ് ഉണ്ടായിരുന്നത്. ഹൃദയപൂർവ്വം കണ്ട് ഇറങ്ങുന്ന സമയത്താണ് ഞാൻ ഈ ഒരു മോഹൻലാല് ഈ ഒരു വീഡിയോ പങ്കുവെച്ചത്, ഏഷ്യാനെറ്റ് പങ്കുവെച്ച ഒരു വീഡിയോ ഞാൻ കാണുന്നത്. ഭയങ്കര സന്തോഷം. ആ സിനിമ കണ്ടപ്പോഴേ മോഹൻലാലിനോട് എന്തൊന്നില്ലാത്ത ഭയങ്കര ഇഷ്ടമായിട്ടാണ് ഇറങ്ങിയത്. ഓരോ സീനുകളിലും ഭയങ്കര മൈന്യൂട്ട് എക്സ്പ്രഷൻ കിടന്നു. നല്ല ഒരു ഭംഗിയായിട്ട് പുള്ളിയുടെ ഭയങ്കര ഇഷ്ടം തോന്നുന്ന തരത്തിലാണ് മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ അത് ഇറങ്ങുന്ന സമയത്താണ് ഈ ഒരു വീഡിയോയും കൂടി കാണുമ്പോൾ ഭയങ്കര ഹാർട്ട് അങ്ങോട്ട് മെൽറ്റ് ആവുന്നത് പോലെ ഭയങ്കര ഇഷ്ടം പുള്ളിയോട് തോന്നി. അതേ ഇഷ്ടം മമ്മൂക്കയോടും. കാരണം ഒരു മനുഷ്യൻ തിരിച്ചു വരണമെന്ന് മലയാളികൾ, കേരളം ഇത്രത്തോളം കാത്തിരുന്ന വേറൊരാള് ഉണ്ടായിട്ടില്ല. മുഖ്യധാരാ മാധ്യമങ്ങളിലൊന്നും അതേ ചർച്ചകളില്ലായിരുന്നു. കാരണം അയാൾ തിരിച്ചു വരും എന്നൊരു കറക്റ്റ് ആയിട്ടുള്ള ബോധം നമുക്കുണ്ടായിരുന്നു. കാരണം അത് മമ്മൂട്ടിയാണ്, അയാൾ തിരിച്ചു വരും എന്ന് നമുക്ക് എല്ലാം അറിയാവുന്നതാണ്. പേഴ്സണലി എന്നോട് പല ആളുകളും പറഞ്ഞിട്ടുണ്ട്, അവര് വരെ മമ്മൂട്ടിക്ക് വേണ്ടി പൂജ നടത്തിയിട്ടുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ അസുഖം ഭേദമാകാൻ വേണ്ടി വഴിപാട് നടത്തിയിട്ടുണ്ടായിരുന്നു. ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ആളുകൾക്ക് ആ മനുഷ്യനോടുള്ള സ്നേഹം, മോഹൻലാലിനോടും മമ്മൂട്ടിയോടുള്ള സ്നേഹം, അത് നമ്മുടെ ചുറ്റുമുള്ള എല്ലാ മനുഷ്യരോടുള്ള സ്നേഹമായിട്ട് മാറട്ടെ എന്ന് ഞാൻ പറയുന്നുള്ളൂ. എല്ലാ മനുഷ്യരെയും നമ്മൾ മോഹൻലാൽ മമ്മൂട്ടിയെ കണ്ടു കഴിഞ്ഞാൽ ലോകം ഭയങ്കര അടിപൊളിയാവും. അപ്പൊ എല്ലാവരും മോഹൻലാൽ മമ്മൂട്ടിയെ സ്നേഹിക്കുന്നത് പോലെ, മമ്മൂട്ടി മോഹൻലാലിനെ സ്നേഹിക്കുന്നത് പോലെ എല്ലാവരും എല്ലാവരെയും സ്നേഹിക്കുക.